ഇന്റലിജൻസ് നമ്മുടെ ചിതാറിന്റെ വരികയാണ്. ഫസ്റ്റ് ഐറ്റം വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ആട്ടോ. ശരിക്കും ടെസറൊക്കെ തന്നെ യൂസ് ചെയ്യുന്നവർക്ക് അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ. എന്നാൽ അത് വെച്ച് നോക്കി ടെസറിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഹാഫ് പ്രൈസോളം നമുക്ക് ഇതിന് വരുള്ളൂ. ഇത് ശരിക്കും നമുക്ക് ടെസർ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പെട്ടെന്നൊരു വ്യത്യാസം അറിയത്തേ ഇല്ല. നമുക്കിങ്ങനെ അകലെ നോക്കിക്കഴിഞ്ഞാൽ ടെസർ തന്നെ, വേറെ സൂക്ഷിച്ചൊക്കെ നോക്കണം. നമ്മൾ ഇനി പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ടെസറിന്റെ അതേ ലുക്ക് തന്നെയാട്ടോ ഈ ഒരു മെറ്റീരിയലിന് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു പ്രിന്റും കാര്യങ്ങളും എല്ലാം പക്ക അതിൻ്റെ അകത്ത് വരുന്ന പോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ ഡേസി ടെസർ വരത്തില്ലേ, ആ ഒരു ഫാബ്രിക്സിന്റെ ശരിക്കും പറഞ്ഞാൽ കോപ്പിയാണ്. പക്ഷെ അതേ രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതും ജസ്റ്റ് ഒന്ന് ഷാമ്പു ചെയ്യാൻ, ഷാമ്പു വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മുക്കി പൊക്കി എടുത്താൽ മതി. പറ്റുവാണെങ്കിൽ ഡ്രൈ വാഷ് ചെയ്തു കേട്ടോ. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. ഞാൻ പറഞ്ഞ പോലെ കാഴ്ചയ്ക്ക് ശരിക്കും ടെസറിന്റെ ആ ഒരു ഫീല് തന്നെയാണ് കേട്ടോ. പ്രിന്റും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ് വന്നേക്കുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം തന്നെ, സാൻഡൂൺ മെറ്റീരിയൽ കേട്ടോ, സെയിം കളർ. ഇതിന്റെ കളറിന് ചെറിയൊരു വേരിയേഷൻ മേ ബി കാണുമായിരിക്കും. ഇത് ശരിക്കും ഒരു ഗ്രീൻ ടോൺ ആണ്, അതായത് ചെറിയ ബ്ലാക്കും ഗ്രീനോടെ മിക്സ് ആയിട്ടാണ് ഒരു കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഇത് ഈ ഒരു ഫാബ്രിക്സ് നമുക്ക് മൊത്തത്തിൽ ക്വാളിറ്റി ഒക്കെ നല്ല പക്ക നല്ല ഹൈ ക്വാളിറ്റി ഫാബ്രിക് കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് N671, റേറ്റ് വരുന്നത് 2380 2380. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് വൈറ്റിലോട്ട്. ഇത് ശരിക്കും റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബ്ലാക്കിലൂടെ കയറി വരുന്നതുകൊണ്ട് അങ്ങനെ ഭയങ്കര എടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഷെയ്ഡല്ല. പക്ഷെ കോമ്പിനേഷനും ഡിസൈനും ഒക്കെ അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ നോർമലി നോക്കിക്കഴിഞ്ഞാൽ ടെസറില്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സൂക്ഷിച്ച് നോക്കും മനസ്സിലാവുമായിരിക്കും. അല്ലാതെ തന്നെ നമുക്ക് എടുത്തിട്ട് ടെസറാന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അങ്ങനത്തെ മോഡൽ ടെസറിനൊക്കെ എങ്ങനെ പോയാലും ഒരു 4500 രൂപ മേളിൽ വരും കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഹാഫ് പ്രൈസിൽ കറക്റ്റ് ആ ടെസറിന്റെ ലുക്കിലുള്ള ഒരു ഐറ്റം കിട്ടും. ഇത് ഞാൻ പറഞ്ഞാൽ പറ്റുവാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഷാമ്പു വാഷ് ചെയ്തെടുത്താൽ മതി. നല്ല കളേഴ്സ് ആട്ടോ എല്ലാം വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിസൈൻ. ഫുള്ളായിട്ടൊരു പ്രിന്റഡ് ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ നമ്പർ വരുന്നത് N674, റേറ്റ് 2380. ബ്ലൂവിന്റെ നല്ല രസമുള്ളൊരു ഷെയ്ഡ്. ബാക്കി വേറെ വ്യത്യാസമൊന്നുമില്ല, ബ്ലാക്കിന്റെ കോമ്പിനേഷൻ തന്നെയാണ് എല്ലാത്തിനും കൊടുത്തേക്കുന്നത്. ജെറ്റ് ബ്ലാക്ക് അല്ല കേട്ടോ, അതായത് ബ്ലൂ വന്നേക്കുന്ന പോലെ തന്നെ ആ ബ്ലാക്കിനും ആ ഒരു കുറച്ച് മിക്സഡ് ടൈപ്പ് കളറാണ് വന്നേക്കുന്നത്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, ടോപ്പിനാണെങ്കിലും ദുപ്പട്ടയ്ക്കാണെങ്കിലും നല്ല ലെങ്ത് ഉണ്ട്. ഈവൻ ബോട്ടം ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി തന്നെ സാൻഡൻ ഫാബ്രിക് ആണ് വെച്ചേക്കുന്നത്. പിന്നെ നമ്പർ വരുന്നത് N673, റേറ്റ് 2380. നമുക്ക് നാലാമത്തെ ഷെയ്ഡ്, ഇതും അടിപൊളിയായിട്ടുള്ളൊരു യെല്ലോയിഷ് ഗ്രീൻ കളറാണ് കേട്ടോ. ചെറിയൊരു യെല്ലോ ടോൺ വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ശരിക്കും ഗ്രീനിന്റെ ഷെയ്ഡ് തന്നെയാണ്, പക്ഷെ നല്ല രസമുണ്ട്. നമുക്ക് നോർമൽ ഗ്രീനിനേക്കാളും കുറച്ച് തെളിച്ചം തോന്നിക്കും. ലീഫ് ഗ്രീനിന്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം സെയിം കളർ, നല്ല സാൻഡൂൺ മെറ്റീരിയലാണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. മൊത്തത്തിൽ ഒരു തയ്ച്ചിടുമ്പം ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ലുക്കായിരിക്കും കേട്ടോ. ടെസർ എടുക്കാൻ കാശില്ലല്ലോ എന്നോർത്തിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് നോക്കിക്കോ, കാരണം ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല, അത്രയും നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്പർ N672, റേറ്റ് വരുന്നത് 2380 2380.